നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തനം 65:11 സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: യു ക്രൗൺ ദ ഇയർ വിത്ത് യുവർ ഗുഡ്നസ്. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ഒന്ന് പറയാമോ? നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന ഓരോ വർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു അലങ്കാരമായിട്ട് ഒരു കിരീടം പോലെ ഇരിക്കുന്നത് ദൈവം തന്ന നന്മകളാണെന്ന്. 2024 നമ്മളിപ്പോൾ അവസാനിക്കുകയാണ്. ഈ മനോഹരമായ വർഷം നമ്മളെ വിട്ടു പിരിയുകയാണ്. 2025 നമ്മൾ കയറുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമിച്ച് ഇവിടെ ദൈവത്തെ ആരാധിക്കാനിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും പറ്റുന്ന 3 കാര്യങ്ങളെ വളരെ ചെറിയ ഒരു സമയം കൊണ്ട് പ്രസൻറ്റ് ചെയ്തിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അവസരം നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. ഒന്ന്, ഇറ്റ്സ് എ ടൈം ഫോർ റിക്കളക്ഷൻ. നമ്മളുടെ ഒരു അനുസ്മരണത്തിന് പറ്റിയ ഏറ്റവും നല്ല സമയം ഒന്ന് പറയാമോ? എ ടൈം ഫോർ റിക്കളക്ഷൻ. അതായത് നമ്മളുടെ ജീവിതം ഇതുവരെ കഴിഞ്ഞു പോയതില്ലേ, അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ഏറ്റവും നല്ലൊരു സമയമാണ്. എന്തിനാ തിരിഞ്ഞു നോക്കുന്നതെന്നറിയാമോ? വി ഓൾ ആർ ടൈം ബൗണ്ട്. ഏതോ ഒരു വർഷത്തിൽ നമ്മൾ ജനിച്ചു, നമ്മളെല്ലാവരും ഈ ഭൂമിയിലായിരിക്കും. അതിനുശേഷം ഒരു പ്രത്യേക സമയമാകുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകണം. നമ്മൾ കണ്ടിട്ടില്ലേ ചരമക്കോളങ്ങളിലൊക്കെ 1975 to 2012 അങ്ങനെയൊക്കെ കാണാം അല്ലേ? അപ്പം വി ആർ ടൈം ബൗണ്ട്. അപ്പം ഈ ഒരു സമയത്ത് കുറച്ച് കാലത്തേക്ക് നമ്മളിവിടെ ജീവിക്കുന്നവരെ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ദൈവം തന്ന ഈ ജീവിതം എന്ന ഈ നന്മയ്ക്ക് നന്ദി പറയുവാൻ, തിരിഞ്ഞു നോക്കി നന്മ പറയാൻ ഏറ്റവും നല്ലൊരു സമയമാണ്. ആ തിരിഞ്ഞു നോക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഓർക്കണം, നമ്മൾക്ക് ജന്മം തന്ന മാതാപിതാക്കൾ, നമ്മുടെ കൂടെ നിന്ന ബന്ധുക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മളെ താങ്ങിയവർ ഒക്കെ അവരെ ഓർക്കുവാനും നന്ദിയോടെ ദൈവത്തിന് നന്ദി പറയാനും ഏറ്റവും നല്ലൊരു സമയം. അതുപോലെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമ്മൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് നന്ദി പറയാൻ ഇതിലും നല്ല സമയം ഏതാ? ഒരു വർഷം അവസാനിക്കുന്ന സമയത്തെക്കാളും ദൈവമേ ഒന്ന് നന്ദി എന്നൊന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ. അപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കുമ്പം നമ്മളെ വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളും ഉണ്ടാകും. പക്ഷെ അതിനും നമുക്ക് നന്ദി പറയാനുണ്ടാവും. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഈ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പം നമുക്ക് കിട്ടുന്ന ജീവിതത്തിലെ ചില എക്സ്പീരിയൻസസ് ഉണ്ട്. ലൈഫിൽ നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങൾ, ചിലപ്പോൾ വേദനിച്ച സാഹചര്യത്തിലായിരിക്കും നമ്മളത് പഠിച്ചത്. അതിനും ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, ലൈഫ് എക്സ്പീരിയൻസിന്. ഈ ഒരു വർഷം നമ്മളിവിടെ അവസാനിക്കുമ്പോൾ, പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വാക്യം സങ്കീർത്തനം 90:12 ഇങ്ങനെയാണ്. ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജ്ഞാനമുള്ളൊരു ഹൃദയം. നമ്മളുടെ ലൈഫ് എത്ര ഷോർട്ടാണെന്നും അത് ദൈവം തന്ന ദാനമാണെന്നും അത് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാനും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് നാളുകളെ എണ്ണുവാൻ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എത്ര നാൾ കഴിഞ്ഞുപോയി? ഇനി ഏകദേശം നമുക്ക് ആർക്കും എക്സാക്ട് നമ്പർ പറയാൻ പറ്റില്ല, പക്ഷേ ഏകദേശം നമുക്കറിയാൻ പറ്റും ആ നാളുകളെ ഒന്ന് എണ്ണുവാൻ. എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഞാൻ ഏത് സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്? എന്തിനാണെന്നറിയോ ഈ നാളുകളെ എണ്ണുന്നത്? ഒന്ന്, സമയം തക്കത്തിൽ ഉപയോഗിക്കാനായിട്ട് അത് നമ്മൾക്ക് ഉപകരിക്കും. നല്ല തീരുമാനങ്ങൾ ഇനിയുള്ള ജീവിതയാത്രയിൽ എടുക്കാൻ നമ്മളെ അത് സഹായിക്കും. അതുപോലെ അഹങ്കാരമില്ലാതെ താഴ്മയോടെ ദൈവഭയത്തിൽ ജീവിക്കാൻ ഈ നാളുകളെ എണ്ണുന്ന സ്വഭാവം നമ്മളെ സഹായിക്കും. സോ ഈ ഒരു രാത്രി അല്ലെങ്കിൽ പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന സമയം, ഇറ്റ് ഷുഡ് ബി എ ടൈം ഫോർ റിക്കളക്ഷൻ. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനൊരു സമയം. രണ്ടാമതായിട്ട്, ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം ഫോർ റെസല്യൂഷൻസ്. പുതിയ തീരുമാനങ്ങൾ, പുതിയ ഉറച്ച ഞാനിത് ചെയ്യും അല്ലെങ്കിൽ ഞാനിത് ചെയ്യില്ല എന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ ഇതിൽ നല്ല സമയം ഏതാണ്? നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ ഈ ന്യൂ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, ഒരു പ്രത്യേക ഇമോഷണൽ ഫീലിംഗ് ആണ്. എനിക്ക് ഒന്നും കൂടെ ഈ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇനി ചെയ്യരുതെന്ന് തോന്നുന്നത് അല്ലേ? പക്ഷെ ചിലവർക്കെങ്കിലും ഈ റെസല്യൂഷൻസ് അതായത് ന്യൂ ഇയർ റെസല്യൂഷൻസ് എന്ന് പറയും, പുതിയ വർഷത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അത്
നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ പോലും ചിലർക്ക് അതൊരു മടുപ്പ് തോന്നും. എന്തിനാണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത്? എത്രയോ വർഷം ഞാൻ എടുത്ത തീരുമാനങ്ങൾ ചിലപ്പം ജനുവരി 1 ഭയങ്കര ഇതായിട്ട് ആരംഭിച്ചു, പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മടുപ്പ് തോന്നുന്നവരുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കൊച്ചു കുഞ്ഞും വീഴാതെ നടക്കാൻ പഠിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും വീണു പോകുമ്പോഴത്തേക്ക് കൊച്ചു കുഞ്ഞ് വിചാരിക്കുകയാണ്, ഇനി ഞാൻ എപ്പോഴും വീഴുവാണല്ലോ, ഞാൻ ഇനി നടക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ ഒരു കുഞ്ഞും നടക്കില്ലായിരുന്നു അല്ലേ? നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാ? തീരുമാനങ്ങൾ എടുത്ത് ചിലപ്പോൾ തെറ്റിപ്പോകും, സാരമില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? ചേഞ്ച് ചെയ്യാനൊരു മനസ്സെങ്കിലും നമുക്കുണ്ടെന്നുള്ളതാ. പുതിയ വർഷം അത് ബ്യൂട്ടിഫുൾ ആണ്. 2025 എന്ന് പറയുന്നത്, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി, എത്രയോ പേര് നമ്മളെക്കാളും മിടുക്കര്, നമ്മളെക്കാളും നല്ലവര് ഒക്കെ ഈ ലോകത്തിൽ ഇന്നില്ല. പക്ഷെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നേക്കുന്ന ഈ വർഷം ഏറ്റവും ഭംഗിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ കുറച്ചും കൂടെ നന്നായിട്ട് അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ, പ്രാർത്ഥനയിൽ, ദൈവവചന പഠനത്തിൽ, സഭയിൽ ചേർന്നുള്ള ജീവിതത്തിൽ, സഹവിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വളരുമെന്ന് തീരുമാനമെടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ വർഷം എടുത്തിട്ട് അത് പ്രാക്ടിക്കലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വർഷം എടുക്കുക. അത് തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനമെങ്കിലും എടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ ചിലർ ഇപ്പം വേറെ ചില കാര്യങ്ങളായിരിക്കും, ഇനി ഞാൻ കുടിക്കത്തില്ല, അല്ലെങ്കിൽ വലിക്കത്തില്ല, എൻ്റെ ഭക്ഷണം ഞാൻ ഇത്രയും കഴിക്കത്തില്ല, നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കും, ഇങ്ങനെയുള്ള തീരുമാനം. നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും എടുക്കാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ യൗവനക്കാരോട് പ്രത്യേകം പറയട്ടെ, ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഈ ലൈഫ് ഇങ്ങനെ അങ്ങ് കിടക്കുകയാണല്ലോ എന്ന്. ശരിയാണ്, നിങ്ങളുടെ മുമ്പിൽ ഇന്ന പ്രായമായവരെക്കാളൊക്കെ ഒത്തിരി നീളത്തിൽ ലൈഫ് കിടപ്പുണ്ട്. പക്ഷേ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്, നിൻ്റെ യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യു ഹാവ് ദ ബെസ്റ്റ് ടൈം നൗ. അതുകൊണ്ട് അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ, കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്തല്ലോ എന്നോർത്ത് റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ പുതിയ തീരുമാനമെടുക്കുമെന്ന് യൗവനക്കാരെ തീരുമാനിക്കുക. അപ്പോൾ തന്നെ പ്രായമായവർ, നരച്ചവരോട് ഞാൻ പറയട്ടെ, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി എന്ത് ജീവിതം, ഓൾമോസ്റ്റ് തീരാറായി എന്ന് ചിന്തിക്കുമ്പോഴും ദൈവവചനം പക്ഷേ പ്രായമായവരെ കുറിച്ച് അല്പം വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. സങ്കീർത്തനം 92:13-14 ഇങ്ങനെയാ പറയുന്നത്, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ, ദോസ് ഹു ആർ പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അകത്തുള്ളവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ, ഇവിടെ പാടിയ ചില നരച്ച തലയുള്ളവർ, അവർ ചില വചനം പറഞ്ഞപ്പോൾ വി വർ എൻകറേജ്ഡ് അല്ലേ? നമ്മൾക്കെല്ലാം അവർ നമുക്കൊരു ഇൻസ്പിറേഷൻ ആയില്ലേ? ഒരിക്കലും ചിന്തിക്കരുത്, ജീവിതത്തിൽ മൂക്കിൽ ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എൻകറേജ്മെൻ്റ് ആകാൻ സാധിക്കും. സോ പ്രായമായവരും ചിന്തിക്കരുത് എൻ്റെ ഇവിടെയൊക്കെ കഴിഞ്ഞു എന്ന്. യു ആർ എ ബ്ലെസ്സിങ്. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു വന്നിരിക്കുന്ന ജീവിതമാണ്. എനിക്ക് ചുറ്റുമുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമാകുമെന്ന് തീരുമാനിക്കുക. അപ്പോൾ പറഞ്ഞേ, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചുമിരിക്കും. ഹല്ലേലൂയ. സോ ഞാൻ ഈ ചേർച്ചിലുള്ള പ്രായമായവരോട് പറയട്ടെ, യങ്ങർ ജനറേഷനെ നിങ്ങൾ ബ്ലെസ് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് മാതൃകയായിരിക്കുക. യങ്ങർ ജനറേഷനോട് പറയട്ടെ, നിങ്ങൾ ജനറേഷൻ ഗ്യാപ്പ് ഒന്നും ചിന്തിക്കാതെ ചേർച്ചിൽ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, പ്രായമായവരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക, നല്ല ബന്ധങ്ങളുണ്ടാകട്ടെ, നല്ല റെസൊല്യൂഷൻസ് എടുക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് എൻകറേജ്മെൻ്റ് ആകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇറ്റ്സ് എ ടൈം ഫോർ റിന്യൂവൽ. ഒരു പുതുക്കത്തിന് ഏറ്റവും നല്ല സമയമാണ് ഈ ന്യൂ ഇയർ ഈവ് എന്ന് പറയുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:25 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. ഞാൻ ഒന്നും കൂടെ പറയാം, വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഐ വിൽ റിസ്റ്റോർ യുവർ ലോസ്റ്റ് ഇയേഴ്സ്. വെട്ടുക്കിളി തിന്നു കളഞ്ഞ വർഷങ്ങളെക്ക് പകരം ദൈവം
റിസ്റ്റോർ ചെയ്യുമെന്ന്, അതിന് പകരം നല്ല വർഷങ്ങളെ തരുമെന്ന്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ വേസ്റ്റഡ് ഇയേഴ്സ് ഉണ്ടാവുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ തന്നെ പറയുന്നു, ഈ ഭാഗത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ച വെട്ടുക്കിളി. അതായത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന ഇതാണ്, ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്ന ഒരു സമയത്ത് അവരെ തിരിച്ച് റിപ്പൻഡൻസിലോട്ട് കൊണ്ടുവരുവാൻ ദൈവം അനുവദിച്ചു. വെട്ടുക്കിളി വന്ന് അവരുടെ ഈ കാർഷിക സൊസൈറ്റിയിൽ അവരുടെ കൃഷി മുഴുവൻ വെട്ടുക്കിളി തിന്നു കളഞ്ഞപ്പോൾ അവരൊരു വല്ലാത്ത കഷ്ടതയിലായി. പക്ഷേ അവരെപ്പോൾ റിപ്പൻഡ് ചെയ്തോ ദൈവം പറഞ്ഞു, ആ വർഷങ്ങൾക്ക് പകരമായി, വെട്ടുക്കിളി തിന്നു കളഞ്ഞ വർഷങ്ങൾക്ക് പകരമായി ഞാൻ നിങ്ങൾക്ക് നല്ല വർഷങ്ങളെ നൽകുമെന്ന്. സോ നമ്മുടെ തെറ്റുകൾ കൊണ്ട്, നമ്മളുടെ റോങ് ചോയ്സസ് കൊണ്ട്, ചില വർഷങ്ങൾ നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടൊക്കെ വർഷങ്ങൾ നഷ്ടപ്പെടാം. ഇനിയും ചിലവർക്ക് വർഷങ്ങൾ നഷ്ടപ്പെടുന്നത് വേറൊരു രീതിയില്ല. നമുക്ക് യോസെഫിനെ അറിയാം. യോസെഫിന് 10-13 വർഷം ജയിലിൽ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് തോന്നിയ അസൂയയും പകയും കൊണ്ടാണ്. അപ്പം നമ്മൾക്ക് ചുറ്റുമുള്ള ചിലവർ നമ്മളോട് ഉള്ള ദേഷ്യം, പകയൊക്കെ കാരണം ചിലപ്പോൾ നമ്മുടെ ചില വർഷങ്ങൾ നഷ്ടപ്പെടാം. ചില സർക്കംസ്റ്റാൻസസ്, അത് മോശയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? തൻ്റെ 40-ാം വയസ്സിൽ ഓടി മരുഭൂമിയിൽ പോയി പാർക്കേണ്ടി വന്നു. അതുവരെ കൊട്ടാരത്തിൻ്റെ ഷെയ്ഡിൽ നിന്ന മോശ 40 വർഷം ഒരു ഇടയനായി മരുഭൂമിയിൽ, അല്ലേ? പക്ഷെ 80-ാമത്തെ വയസ്സിൽ ദൈവം ഒരു വലിയ മിഷനു വേണ്ടി ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനായിട്ട് മോശയെ ഉപയോഗിക്കുക, അല്ലേ? വേസ്റ്റഡ് ഇയേഴ്സ് ഒന്നും വേസ്റ്റ് ആയില്ല. ദൈവത്തിൻ്റെ പ്രോമിസ് ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ വെട്ടുക്കിളി തിന്നു കളഞ്ഞ വർഷങ്ങൾക്ക് പകരം ദൈവം നൽകും. ഇന്ന് അതൊന്ന് വിശ്വസിക്കാമോ? വെട്ടുക്കിളി തിന്നു കളഞ്ഞ വർഷങ്ങൾക്ക് പകരം എൻ്റെ ദൈവം പകരം തരും. ഐ വിൽ റിസ്റ്റോർ ടു യു ദ ഇയേഴ്സ് ദ ലോക്കസ്റ്റ് ഹാവ് ഈറ്റൻ, അല്ലേ? ഇനി ദൈവത്തിൻ്റെ ആ റിസ്റ്റോറേഷൻ്റെ ബ്യൂട്ടി എന്നാണെന്നറിയാമോ? നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ ദൈവം തിരിച്ചു നൽകുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്, ആ നഷ്ടപ്പെട്ടു പോയ കുറേ വർഷങ്ങളുടെ ഒരു വേദനയുണ്ടല്ലോ, ആ വേദന പോലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ഹല്ലേലൂയ. ഒഴുകിപ്പോയ വെള്ളം പോലെ കഷ്ടതയെ മറക്കുമാറാക്കും ദൈവം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ കാത്തിരിക്കാം. ഈ വർഷത്തിൽ നമുക്ക് ഓർക്കാം, ഇറ്റ്സ് എ ടൈം ഫോർ റിക്കളക്ഷൻ. അനുസ്മരിക്കണം, പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. ഇറ്റ്സ് എ ടൈം ഫോർ റെസൊല്യൂഷൻസ്, നല്ല തീരുമാനങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക. ആൻഡ് ഇറ്റ്സ് എ ടൈം ഫോർ റിന്യൂവൽ. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ ദൈവം തിരികെ തരുന്ന ദൈവമാണ്. കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രോമിസ് എന്താണെന്നറിയാം? നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. ഹല്ലേലൂയ. എത്ര നല്ല ദൈവം! ഈ ഒരു വിശ്വാസത്തോടുകൂടി നമ്മൾക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കാം. തുള്ളനും പച്ചക്കിളിയും വെട്ടുക്കിളിയും ഒക്കെ തിന്നു കളഞ്ഞ വർഷങ്ങൾക്ക് പകരം നൽകുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ഈ വർഷം ആരംഭിക്കാം. താങ്ക് യു സോ മച്ച്.